ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ 3 മുട്ടയെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ കറിയിൽ നമ്മളൊരു കുറച്ച് തേങ്ങ അരയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചെരുകി വെച്ചിട്ടുള്ളത്. ആ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ തേങ്ങയുടെ ഒപ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം, വലിയ ജീരകം. ഇനി ഈ കറിയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ സബോള, വലിയ സബോള എടുക്കേണ്ട. വലിയ സബോളയാണ് എടുക്കുന്നതെങ്കിൽ പകുതി എടുത്താൽ മതി. ഒത്തിരി സബോള ഇടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സബോള ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു തക്കാളി, മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് ഒരു നല്ല മണം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സബോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് കൊടുത്ത ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ശ്രദ്ധിച്ചിടണം, ഒത്തിരി എരിവ് ആകാതിരിക്കാനായിട്ട്. മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രം പെട്ടെന്ന് കരിയുന്ന ടൈപ്പാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഒരു തക്കാളി ഞാൻ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒത്തിരി അങ്ങോട്ട് വഴന്നു വരണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്, ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമ്മളിട്ട് കൊടുത്ത പൊടികളുടേതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇനി ഇതിവിടെ ഇരുന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുറുകി യോജിച്ച് വരണം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റായി. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് നമ്മൾ സബോള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ ഇനി നമുക്കിതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മളൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് ചെറുതായിട്ടൊരു തള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ആ മുട്ടയൊന്ന് നമുക്ക് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ആ അരപ്പെല്ലാം ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറും. 3 മുട്ട ഞാൻ അതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. ഇതിലൊരു ലേശം തേങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒത്തിരി ഉപ്പ് കമ്മിയുണ്ട്. അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുട്ടക്കറി
റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കൂട്ടരുത്, ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കൂട്ടാനായിട്ട്. അപ്പോഴാണ് ആ കറിയുടെ ശരിക്കും ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.